ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ 1 കപ്പിൽ നമുക്ക് ബസ്മതി റൈസ് എടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസ് പറയുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ്. അപ്പോൾ നമ്മളിത് 1 കപ്പ് ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മൂന്നാല് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മളൊരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇത് ഊറ്റിക്കളയാനുള്ള വെള്ളമാണ്. ഇതിലേക്ക് കഴുകിയിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. അരി ഒരു 90% വേവാകുമ്പോൾ നമുക്ക് എടുക്കണം. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ചോറ് ഒരു 95% ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെന്ത ചോറ് 2 പ്ലേറ്റിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് സ്റ്റീമൊക്കെ പോകുന്നുണ്ട്. ഈ ആവിയൊക്കെ പോയി ചോറൊക്കെ ഒന്ന് തണുക്കുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ്, 1 കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തത്, ഇത് നമ്മളുടെ സ്പ്രിംഗ് ഒനിയനാണ്, അത് വെളുത്തുള്ളി കട്ട് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, ഇതിൽ ബീൻസൊക്കെ ഇടും, എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസും കൂടി എടുക്കണം, പിന്നെ വിനെഗർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച 4 മുട്ടയും നമ്മൾ പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുക. അത് ടൊമാറ്റോ പ്ലസ് ചില്ലി സോസാണ്. നമ്മളുടെ ഇഷ്ടത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസ്. അത് ഒരു ചെറിയ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്, ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമ്മളുടെ എഗ് ഇട്ട് കൊടുക്കുക. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ബോയിൽ ചെയ്ത റൈസ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ചോറ് പൊട്ടാതെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.